ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അവക്കാഡോ വെച്ചുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് ഇന്നത്തെ റെസിപ്പി. നല്ലതുപോലെ പഴുത്ത ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കുരു എടുത്ത് മാറ്റണം. ഇതേപോലെ കട്ട് ചെയ്താലാണ് അത് നമുക്ക് ഈസി ആയിട്ട് എടുത്ത് മാറ്റാൻ പറ്റുന്നത്. ഈ ഒരു രീതിയിൽ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ തൊലി ഒഴിച്ച് ബാക്കി പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. ഗ്രീൻ കളർ കാണുന്ന പോർഷൻ കൂടുതൽ എടുക്കരുത്, അതിന് ചെറിയൊരു കയ്പ്പ് രസം കാണും. ബാക്കി പോർഷനും കൂടി ഇതേപോലെ എടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണിത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഒരുപാട് കൂട്ടും. മിക്സിയുടെ ജാറിലിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇതേപോലെ നല്ല പേസ്റ്റ് ആക്കി എടുക്കണം. ഇതിലൊട്ടും കട്ടകളൊന്നും ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം 1.5 ഗ്ലാസ് പാല് വെച്ച് ഒന്ന് തിളപ്പിക്കുക. പാല് ചൂടാകുന്ന സമയത്ത് നമുക്ക് കസ്റ്റാർഡ് പൗഡർ റെഡിയാക്കി വെക്കാം. 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്ത് അതിലേക്ക് 1/2 ഗ്ലാസ് തണുത്ത പാലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡർ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതേപോലെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇളക്കണം. പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അവക്കാഡോയ്ക്ക് തീരെ മധുരം കാണത്തില്ല. അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അളവ് വേണമെങ്കിൽ കൂട്ടാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതാണ്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന അവക്കാഡോ പേസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന സമയത്ത് നട്ട്സൊക്കെ ഒന്ന് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. കുറച്ച് നട്ട്സ് കൂടി ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ടൂട്ടി ഫ്രൂട്ടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൂടി കുറച്ചിട്ട് ഒന്ന് കളർഫുള്ളാക്കി എടുക്കാം. ഇനി ഇത് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. തണുത്തതിന് ശേഷമാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതിരിക്കുന്നത്. ടേസ്റ്റി ആയിട്ടുള്ള അവക്കാഡോ പുഡിംഗ് എല്ലാവരും തയ്യാറാക്കി നോക്കണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്